ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറേ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു നാരങ്ങ എടുത്തിട്ട് നമുക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കാം, കമോൺ. അപ്പോൾ ഗൈസ്, നമുക്കിതിൽ നിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നാരങ്ങ എടുക്കാം. നല്ല ഒരെണ്ണം തന്നെ നമ്മൾ നോക്കിയെടുക്കണം. ഇതിലിപ്പോൾ ഏതെടുക്കും? എല്ലാവരും തന്നെ. കാശിനൊരെണ്ണം കണ്ണടച്ചെടുക്ക്. കാശിനൊരെണ്ണം കണ്ണടച്ചെടുക്കും. ഒരെണ്ണം കണ്ണടച്ചെടുക്കും. കാശ വലുത് നോക്കിയെടുക്ക്. വലുത് നോക്കിയെടുക്ക, അത് തൊടുമ്പോൾ മനസ്സിലാവുമല്ലോ. അത് മറ്റേതെടുത്തോ? ഇതോ? ഓക്കെ. നമ്മളിതാ ഈ നാരങ്ങ ചൂസ് ചെയ്തിരിക്കുന്നു. നാരങ്ങ മാത്രം പോരല്ലോ, ഒരു പാത്രം വേണമല്ലോ. അപ്പോൾ നമ്മളൊരു പാത്രം കൂടി എടുക്കണം. ഇതിലിപ്പോൾ ഏത് പാത്രം എടുക്കും? എൻ്റെ മെയിൻ നാരങ്ങ പാത്രം. ഈ പാത്രം തന്നെ ചെല്ലണം. ഞാൻ എപ്പോഴും നാരങ്ങ വെള്ളം ഉണ്ടാക്കുമ്പോൾ ഈ പാത്രം തന്നെ എടുക്കാറുള്ളത്. ഇത് തന്നെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നേരെ നമ്മളിതാ നമ്മുടെ സ്പോട്ടിലോട്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മെയിൻ പണിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ നാരങ്ങ നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിക്കണം. അപ്പോൾ നമ്മൾ നാരങ്ങയുടെ നടുക്ക് വഴി ഒന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട്. നാരങ്ങ 2 പീസാക്കിയിട്ടുണ്ട്. ഇത് 2 നല്ല അടിപൊളി പീസ്, കണ്ണിൽ വെച്ചാൽ കണ്ണുപോലെ ഇരിക്കുന്ന നല്ല നാരങ്ങ. നമുക്ക് എന്തായാലും കാശിൻ്റെ കണ്ണിലൂടെ വെച്ച് നോക്കാം. അയ്യോ, കാശിനെ കാണുന്നില്ലല്ലോ, ക്യാമറയിൽ കിട്ടുന്നില്ല. കുട്ടനെ പൊക്കക്കുറവായതുകൊണ്ട് സാരമില്ല, ക്യാമറ നമുക്ക് ഇച്ചിരി താത്തി വെച്ച് കൊടുക്കാം, കിട്ടണമല്ലോ. നല്ല സുന്ദര കുട്ടനായിട്ടുണ്ട്. എന്തൊരു ഭംഗി, നാരങ്ങയൊക്കെ വെച്ചിട്ട് കൊള്ളാം. അപ്പം നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാകാം. ഈ നാരങ്ങ പിഴിയുന്നതാണ് ഏറ്റവും പാടുള്ള കാര്യം. ഒരു പിഴിഞ്ഞില്ല, അത് പിഴിഞ്ഞില്ല. അപ്പോൾ ഗൈസ്, നമ്മളിതാ പിഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ ഇത്രയെങ്കിലും ഒന്ന് പിഴിഞ്ഞത്. അപ്പോൾ നമ്മളിത് പിഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് അല്ല, ഞാൻ 3 ഗ്ലാസ് വെള്ളം ചേർത്തു. ഇനി നമുക്കതിലേക്ക് നമ്മുടെ സ്വന്തം പഞ്ചസാരയെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാലേ മധുരം വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഞാൻ പഞ്ചസാര എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ പഞ്ചസാര കൃത്യമായിട്ട് ആഡ് ചെയ്യുക. നേരെ പഞ്ചസാര നമ്മളിവിടെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാര എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അലിയിച്ച്, ആ വെള്ളമായിട്ടൊന്ന് അലിയിച്ച് നമുക്ക് എടുക്കാവേ. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ടേസ്റ്റ് ചെയ്തു. എന്തോ എവിടെയോ ഒന്ന് പാളിയതുപോലൊരു തോന്നൽ. എന്നാന്ന് വെച്ചാൽ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട ഒരു ചൊവയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഞാൻ എന്ത് ചെയ്യും? വേറെ ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ ചൊവയേ ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി, ആ സെയിം ടേസ്റ്റ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞു, അപ്പോഴത്തേക്ക് സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തു, അതിലേക്ക് ഒഴിച്ചു, കാശിന് കൊടുത്തു. അപ്പോൾ നമ്മുടെ കാശിനോട് ടേസ്റ്റ് ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ. ശരിക്കും പറ, അങ്ങനെ ഉണ്ട്, കൊള്ളാവോ? സൂപ്പർ. പിന്നെ ഞാനുണ്ടാക്കിയ നാരങ്ങ വെള്ളം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നാരങ്ങ വെള്ളമല്ലേ, കൊള്ളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ, സീ യു.